ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മൂസമ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന മൂന്ന് ക്ലാൻസ് അഥവാ 3 റേസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മുടെ ചാനൽ ഇപ്പോൾ 6K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി പെട്ടെന്ന് തന്നെ 10K അടിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റൂ. അതുമാത്രമല്ല, നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് ഇനി കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാകുക. അതുപോലെ തന്നെ നിങ്ങളെ ആനിമേ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡി ക്ലാൻ മെമ്പേഴ്സ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇമൂസമ എത്രമാത്രം ഈ ഡി ക്ലാൻ മെമ്പേഴ്സിനെ വെറുക്കുന്നുണ്ട്. നമ്മുടെ കോബ്ര പേര് മെൻഷൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കോബ്രനെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ഇമൂസമ കൊന്നു കളയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റോറിയിൽ നമ്മുടെ റോസനാൻ്റെ പറയുന്നുണ്ട് ഡി ക്ലാൻ മെമ്പേഴ്സ് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അഥവാ ഗോഡ്സിൻ്റെ എനിമിയാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസമയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് ഈ ഡി ക്ലാൻ മെമ്പേഴ്സ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത്. ഇതിനുവേണ്ടി അവർ 800 വർഷങ്ങളോടായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കിവിടെ കാണാൻ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന പകുതി കൂടുതൽ ക്യാരക്ടേഴ്സും ഈ ഡി ക്ലാനിൽ പെട്ടിട്ടുള്ള മെമ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസമ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഭയക്കുന്നതും ആയിട്ടുള്ള ഒരു ക്ലാനാണ് നമ്മുടെ ഡി ക്ലാന്. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു ക്ലാൻ എന്നല്ല, ഒരു റേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ലുണേറിയൻസ്. നമുക്കറിയാം ഈ ലുണേറിയൻസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ തന്നെ ഇമൂസമയും അതുപോലെ തന്നെ വേൾഡ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു സർവൈവർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കിങ് മാത്രമാണ്. ഈ ലുണേറിയൻസ് ആയിരുന്നു നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് റെഡ് ലൈനിൻ്റെ മുകളിൽ താമസിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ ലുണേറിയൻസ് ആയിരുന്നു. അവരായിരുന്നു കിങ്സ് എന്നും ഗോഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇവരായിരിക്കും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ വേൾഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടാവുക. അതുമാത്രമല്ല, ഇവരുടെ സ്പെഷ്യൽ എബിലിറ്റീസും വളരെ ഡെഡ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാനിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ ഇമൂസമ കൊടുക്കുന്നത്. ഈ ഒരു റേസിൽപ്പെട്ട ഒരാളായാൽ മതി, ഒന്നിന് തെറ്റും ചെയ്യണമെന്നില്ല. അയാളുടെ തലയ്ക്ക് 100 മില്യനായിട്ടാണ് ബൗണ്ടി ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ഇമൂസമ കൊടുക്കുന്നുണ്ടെന്ന്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു റേസാണ് നമ്മുടെ ജയൻസിൻ്റേത്. നമുക്കറിയാം, നമ്മുടെ ബിഗ് മോമ് പറയുന്നുണ്ടായിരുന്നു ജയൻസിൻ്റെ ആർമി മാത്രം തനിക്ക് കിട്ടുകയാണെങ്കിൽ തനിക്ക് കിങ് ഓഫ് ദ പൈരറ്റ് ആവാമായിരുന്നു. അതുപോലെ തന്നെ ഏത് യോഗോ ക്രൂവിന് വേണമെങ്കിലും ക്രഷ് ചെയ്യാനും പറ്റുമെന്ന്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ജയൻസിൻ്റെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ജയൻസിനെ കൊണ്ടുവരാൻ. അത് നമുക്കിപ്പോൾ ഹെറൾഡിൻ്റെ ബാക്ക് സ്റ്റോറിയിലായാലും അതുമാത്രമല്ല നമ്മുടെ ബിഗ് മാമിൻ്റെ ഈ ഒരു ലേഡീൻ്റെ ബാക്ക് സ്റ്റോറിയിലായാലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ജാൻസിനെ തങ്ങളുടെ സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ഗവൺമെൻറ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം ജാൻസിൻ്റെ പവർ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ ഇമൂസമക്ക് വരെ അറിയാം. ഇപ്പം നമ്മുടെ ഇമൂസമ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട് ജാൻസിനെ തങ്ങളുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് ഡോമി റിവേഴ്സി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ 3 ക്ലാൻസും അതുപോലെ ഈ 3 റേസസിനെയാണ് നമ്മുടെ ഇമൂസമ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ഇതിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ കൺട്രോളിലാക്കാനും വേണ്ടിയിട്ട് ഇവർ വളരെയധികം ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ക്ലാൻസിനെയോ റേസസിനെയോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ പേജ് കയറി നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. കുറച്ച് ആനിമേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ അടിച്ച് നോട്ടിഫിക്കേഷൻ തോന്നാൻ മറ്റൊരു മറ്റൊരു കാണുന്നൊരു ബൈ.